ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. വ്യൂസ് നമുക്ക് കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ കൂടി അത്രയും ലൈക്കും കമൻറ്റും ഒന്നും നമുക്ക് വരുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തും കൂടെ വേണം കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇനി മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതിന് ഒത്തിരി നന്ദിയുണ്ട്. കുറച്ച് പുതിയ കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഫാമിലിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതുപോലെ തന്നെ എന്നും രാവിലെ 10 മണിക്ക് ഞാനൊരു കുഞ്ഞു വ്ളോഗുമായിട്ട് വരാറുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലെ കുറച്ച് കുഞ്ഞു വിശേഷങ്ങളാണ് നിങ്ങളെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് കാണാനും സ്കിപ്പ് ചെയ്യാതെ കാണാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അതേ രാവിലെ തന്നെ നമ്മൾ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ മുറ്റൊക്കെ വെയിലൊക്കെ വന്ന ഒരു ടൈമിൽ മുറ്റൊക്കെ അടിച്ചു വരാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ അങ്ങനെ മുറ്റടിച്ചാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം നമ്മൾ അലക്കാനുള്ളതൊക്കെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു തുണി അലക്കിയതിന് ശേഷമാണ് അടിച്ചു വാരിയതിന് ശേഷമാണ് നമ്മൾ തുണി അലക്കിയിടാറുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് വേനൽക്കാലത്ത് തുടങ്ങിയിട്ടുള്ളൊരു ശീലമാണ് കേട്ടോ. ആ പൊടി പാറുന്ന ആ ഒരു ടൈമിൽ തുടങ്ങിയ ശീലമാണ്. പിന്നെ അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ പണികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇന്നലെ നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു. മഴ കുറവായിരുന്നു, പക്ഷേ നല്ല കാറ്റടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഭയങ്കര പുല്ലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എത്ര പെട്ടെന്നാണ് പുല്ല് മുളയ്ക്കണത് എന്ന് പറയാൻ പറ്റണില്ല കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒന്ന് കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ ചെയ്ത് കൊടുത്താലും അതൊന്നും വളർന്ന് കിട്ടില്ല കേട്ടോ. പക്ഷേ പുല്ലിന് മാത്രം ഇതൊന്നും വേണ്ട കേട്ടോ. അതിന് വളവും വേണ്ട, വെള്ളവും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ താനേ ഉണ്ടായിക്കോളും. സാധാരണ എന്തെങ്കിലും ചെടിയോ എന്തെങ്കിലും വിത്തൊക്കെ കുഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനേക്കാളും മുന്നേ വളരുന്നത് സാധാ പുല്ലായിരിക്കും കേട്ടോ. അപ്പോൾ അതുതന്നെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. പിന്നെ ഞാൻ കുറച്ച് ചീര പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ്, ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചിക്രുമാൻസ് എന്നാണ് ഇവിടെ ഈ ചീരയ്ക്ക് പറയുന്ന പേരിട്ട. വേലിച്ചീര എന്നും പറയുന്നത് പോലെ എനിക്ക് അറിയാം, കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ എൻ്റെ അറിവിൽ ചിക്രുമാനീസ് എന്നാണ് പറയുക കേട്ടോ. ചിക്രമാനീസ് എന്നാണ് ഈ ചീരയ്ക്ക് പറയാറുള്ളത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഞാൻ ഈ ചീരയൊക്കെ പൊട്ടിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ അതൊന്ന് ക്ലീൻ ആയോ എന്നുള്ളത് നോക്കിയിട്ട് തന്നെയാണ് പൊട്ടിച്ചെടുക്കാറുള്ളത് കേട്ടോ. ഒരുവിധം കേടായിട്ടതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു ടൈമിൽ തന്നെ അത് കളഞ്ഞതിന് ശേഷമാണ് ഞാനത് മുറിച്ചെടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കൊണ്ടുപോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേത് നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ അടിച്ചു വാരിയതിന് ശേഷം ഒരു കാറ്റടിച്ചതാണ് കേട്ടത്. വമ്പൻ കാറ്റാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ടൈമിൽ ഞാൻ തുണി വിരിച്ചിട്ടുകൊണ്ടിരിക്കുന്ന ആ ടൈമിലാണ് കാറ്റൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഭയങ്കര ശക്തമായിട്ടുള്ള കാറ്റാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇന്നലെ ഉണ്ടായിരുന്നത് കേട്ടോ. പേടിയാണ് ഈ ഒരു ടൈമിൽ ഇങ്ങനെ കാറ്റടിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയോ വീഴുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ തേങ്ങയും മട്ടലൊന്നും വീണതൊന്നും കേട്ടില്ല. എവിടെയോ ഈ സ്റ്റീൽ പാത്രം വീഴുന്നത് പോലുള്ളൊരു സൗണ്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഈ വീട്ടിൽ നിന്നല്ല, പക്ഷേ ഇനി അപ്പുറത്തെ വീട്ടിൽ നിന്ന് എവിടെന്നെങ്കിലും ആയിരിക്കുമോ കേട്ടതെന്ന് എനിക്ക് തോന്നുന്നു. നല്ല സൗണ്ടിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഇന്നലെ കുറച്ചൊരു ടൈം കിട്ടിയ സമയത്ത് ഏട്ടൻ കാടൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മുറ്റത്തിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള കാടുകളൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വീഡിയോയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കാറ്റടിച്ചിട്ട് ആ ഒരു ടൈമിൽ നമുക്ക് അകത്തേക്കാണ് ഓടേണ്ടത് അതോ പുറത്തേക്കാണ് ഓടേണ്ടത് എന്നുള്ളത് അറിയില്ല. രണ്ടും പേടിയാണ് കേട്ടോ. പുറത്തേക്ക് ഓടാനും പേടിയാണ്, അകത്തിരിക്കാനും പേടിയാണ് കേട്ടോ. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. വലിയ ഉയരം കൂടിയ മരങ്ങളൊക്കെയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇങ്ങനെ കാറ്റടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചുറ്റുഭാഗത്ത് ഇല്ലാത്ത തെങ്ങിൻ്റെ മട്ടലാണെങ്കിൽ കൂടി അത് പറന്ന് വന്ന് വീഴുന്നൊരവസ്ഥയാണ് കേട്ടോ. പണ്ട് ഈ വീട്ടിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരെ ഹാളിലേക്ക് ഓടിൻ്റെ മുകളിലൂടെ മട്ടൽ വന്ന് വീണ് TV സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നു ഹാളിൽ. അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഓലയും മട്ടലൊക്കെ വന്ന് വീണു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ അടുക്കളേൻ്റെ പുറത്തുള്ള സ്റ്റോർ റൂം ഉണ്ടല്ലോ, ആ ഒരു സ്റ്റോർ റൂമിൽ തന്നെ തേങ്ങയുടെ കൊല അങ്ങനെ വന്ന് വീണിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പേടിയാണ് എനിക്ക്. ഞാൻ എഡിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അപ്പോൾ നമ്മൾ നല്ല ശക്തിയിൽ മരങ്ങളൊക്കെ ഇങ്ങനെ വീശുന്നത് കാണുമ്പോൾ തന്നെ പേടിയാണ് കേട്ടോ. പിന്നെ ഇത് രാവിലത്തെ വീഡിയോ ആണ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ മാവ് അരച്ചിരിക്കണതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദോശ ചട്ടിയിൽ ഉണ്ടാക്കിയ ആ ഒരു ടൈമിൽ ഞാൻ വിചാരിച്ചതായി കിട്ടിയില്ല കേട്ടോ. പിന്നെ അതുപോലെ എന്താ പറയാനുള്ളത് വെച്ചാൽ എന്നിട്ട് ഞാൻ പിന്നെ ലാസ്റ്റ് വെള്ളച്ചട്ടിയിൽ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കിയിരിക്കണ അപ്പോൾ നല്ലതായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് ഉണ്ടാക്കിയതൊന്നും ശരിയാവണില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ ഉള്ള വെള്ളപ്പത്തിൻ്റെ ചട്ടി കട്ടി കുറവായതുകൊണ്ട് ചൂട് നല്ലോണം ആവുന്നുണ്ടെന്ന് എനിക്ക് തോന്നണത് കേട്ടോ. അതുകൊണ്ടാണെന്നാണ് തോന്നുന്നത്. ഇനിയിപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഏടാകൂടങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന സംഭവങ്ങളാണ് കേട്ടോ. എന്ത് ചെയ്താലും അതിൻ്റെ രീതിയിലൊന്നും നമുക്ക് കിട്ടില്ല. എന്നാലും അങ്ങനെ തട്ടി മുട്ടി ഒപ്പിച്ച് പോകുന്നേ ഉള്ളൂ കേട്ടോ. എന്തുണ്ടാക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് നമ്മൾ ഇപ്പോൾ ഒന്നെങ്കിൽ വീഡിയോ കണ്ടിട്ടായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു തന്നത് കേട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. എങ്ങനെ ഉണ്ടാക്കിയാലും അവർക്കും കൂടി അറിയാത്ത ഓരോ കാരണങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ വീഡിയോയുടെ ഒരു അവസ്ഥ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു തരാത്തത് അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. പിന്നെ അതേ നമ്മളതൊക്കെ കഴിഞ്ഞതിന് ശേഷം കടല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളക്കടല ഉണ്ടല്ലോ, മസാല കടല, വെള്ളക്കടല, ആ ഒരു കടലയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചീരയൊക്കെ ഞാനൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരമാണ്. പിന്നെ അതേ ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ തക്കാളി ഞാൻ ആദ്യം വിചാരിച്ചത് തക്കാളി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തക്കാളി പച്ചമുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ കടുകൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് അങ്ങനെ വെള്ളമൊന്നും ഒഴിക്കാതെ ലാസ്റ്റ് ഇങ്ങനെ വാട്ടി വറ്റിച്ചെടുക്കണ ഒരു രീതിയിൽ കറി ഉണ്ടാക്കില്ലേ, അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് എന്ത് ചെയ്തു, തൈരും കൂട്ടിയിട്ടാണ് ചോറുണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. തൈരും ഉപ്പേരിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തൈര് നമ്മൾ വീട്ടിൽ പാല് തൈരിൽ ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ അത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തൈരും കൂട്ടി ചോറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു തക്കാളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതൊന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം 2-3 ചീനാപ്പറങ്കി മുളക് ഉണ്ടല്ലോ, അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒരു ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഭവം. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പറയണം, കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ പറയണം. ഇതിന് സാധാ നമ്മൾ ഉണ്ടാക്കുന്ന പച്ചമുളക് അല്ല വേണ്ടത് കേട്ടോ. ചീനാപ്പറങ്കി ആയിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ പണ്ടുള്ള തക്കാളിയും ഇപ്പോൾ ഉള്ള തക്കാളിയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടല്ലോ. ഇപ്പോൾ എന്താണ് പൊട്ടാറ്റോ ടൊമാറ്റോ ഒക്കെ അല്ലേ ഇറങ്ങിയിരിക്കണേ. പണ്ട് അങ്ങനെയല്ല, നല്ല ടേസ്റ്റുള്ള തക്കാളിയൊക്കെയാണ് കേട്ടോ. എന്നാലും നമുക്ക് തക്കാളി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ചീനാപ്പറങ്കി മുളക് ആരും മിസ് ചെയ്യരുത് കേട്ടോ. അതും ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. മിക്സിയോ അല്ലെങ്കിൽ വേറൊരു രീതിയിലോ അല്ല അത് എടുക്കേണ്ടത്. ഞാനിങ്ങനെ ഗ്ലാസ് കൊണ്ടാണ് ഉടച്ചെടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതൊരു നന്നായിട്ട് അരഞ്ഞു പോവില്ല, അതാണ് ഇതിൻ്റെ ഒരു കാര്യം കേട്ടോ. നമ്മൾ മിക്സിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടെ അരഞ്ഞു പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ എന്തോ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് അപ്പൂസ് ഇതേ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. പണ്ട് ഞാൻ ചോറ് എന്തുണ്ടെങ്കിലും ഇങ്ങനെ തക്കാളി ഉണ്ടോ എങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാറുണ്ടായിരുന്നു. പച്ചമുളകൊക്കെ സാധാരണ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ ഉണ്ടായി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് കൊതിയാവുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഏതായാലും നല്ല എരിവ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ആ പച്ചമുളക് മാറ്റി വെച്ചു കേട്ടോ. ഇനി അതിലവിടെ വെച്ചിട്ട് എരിവ് കൂടിയാലോ എന്ന് വിചാരിച്ചിട്ട് പച്ചമുളകൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഒന്ന് അതിന് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് അവിടെ മാറ്റി വെച്ചതിന് ശേഷം ഇപ്പോൾ സമയം 6 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ കേട്ടോ. ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ പണികളൊക്കെ അങ്ങോട്ട് തീർത്ത് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇത് ഞായറാഴ്ചത്തെ, അതായത് ഇന്നലത്തെ ശേഷമാണ് ഞാൻ തിങ്കളാഴ്ച അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതേ നമ്മൾ ചീരയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചട്ടിയിലിട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പുമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ ഒന്ന് വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ ഞാൻ അതിലേക്ക് 2 മുട്ടയും കൂടി ഒന്ന് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ല, 2 മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പണ്ടത്തെ ഒരു റെസിപ്പിയാണ് കേട്ടോ. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ എനിക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ചീര മുട്ട അല്ലെങ്കിൽ മുരിങ്ങ മുട്ട, ഇങ്ങനെയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അന്നൊക്കെ നാടൻ മുട്ട ഉണ്ടായിരുന്നു, വീട്ടിൽ കോഴി ഉള്ളതുകൊണ്ട് അങ്ങനെ കോഴിമുട്ട ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം വാങ്ങുന്നതാണ്. അന്നൊക്കെ ഞാൻ ചോറ് കൊണ്ടുപോകണ
ചോറ് കൊണ്ടുപോകാൻ മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ടായിരുന്നു കേട്ടോ. സ്കൂളിലുള്ള ചോറ് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെയാണ് കൊണ്ടുപോകാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അന്നൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളാണ് എനിക്ക് ഉണ്ടാവുക. അല്ലെങ്കിൽ മുട്ട മാത്രമായിട്ട്, മുട്ട എങ്ങനെയായാലും നമ്മളെ വീട്ടിൽ എന്തായാലും ചീരി മുരിങ്ങയും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇത് പിന്നെ അധികമൊന്നും വേണ്ടല്ലോ. നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ ഒരു മുട്ടയും അതുപോലെ ഒരു പിടി ചീരയോ മുരിങ്ങയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുക കേട്ടോ. പിന്നെ വൈകുന്നേരം വന്നാലുള്ള ഒരവസ്ഥ ഞാൻ ഇതിന് മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുരിങ്ങയുടെ താളിപ്പാണ് ഉണ്ടാവുക. കഞ്ഞിവെള്ളത്തിലിട്ടിട്ട് ഞാൻ വരുന്ന ആ ഒരു ടൈമിൽ തന്നെ അമ്മയുടെ അമ്മ ഉണ്ടാക്കി വെക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി ഞങ്ങൾ അങ്ങനെ ചോറുണ്ണാൻ വേണ്ടിയിട്ട് നിന്നത് 7:30-ക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. ബായ്.